എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യണ്ടു? അവർ പ്രത്യക്ഷമായ ഒരു അടയാളം ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ എല്ലായിടത്തും പ്രസിദ്ധമാണല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിയുകയില്ല. പത്രോസിനെയും യോഹന്നാനെയും കുറിച്ച് ന്യായാധിപ സംഘം പറയുന്ന വാക്കുകളാണത്. യെരുശലേമിൽ സുന്ദരം എന്ന് പറയുന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഭിക്ഷയാചിക്കാൻ ഇരുത്തുക പതിവുണ്ടായിരുന്നു. അവനെ സൗഖ്യമാക്കി എന്ന ഒറ്റ കുറ്റത്താലാണ് പത്രോസിനെയും യോഹന്നാനെയും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്നാക്കിയത്. എന്നാൽ ന്യായാധിപ സംഘം അവരെ അല്പസമയത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. ആ ഗൂഢാലോചനയിൽ വന്ന ചോദ്യമാണ്: ഈ മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യേണ്ടു? അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവർ പ്രത്യക്ഷമായ ഒരു അടയാളം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ യെരുശലേമിൽ എല്ലായിടത്തും പ്രസിദ്ധമാണ്. അതുകൊണ്ട് നമുക്കത് നിഷേധിപ്പാൻ കഴിയുകയുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് യെരുശലേമിലുള്ള എല്ലാവർക്കും പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. പത്രോസും യോഹന്നാനും ഈ അത്ഭുതം നിർവഹിച്ചത് യേശുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്നും ചിലരൊക്കെ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളായി നിലകൊള്ളുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചതുകൊണ്ടും അവൻ എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുത പ്രവൃത്തികളെ ചെയ്തതുകൊണ്ടും ഞാൻ ഇന്ന് എൻ്റെ ദേശത്ത്, ഞാൻ ചെല്ലുന്ന സമൂഹത്തിൽ പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. അതുപോലെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പിന്നിലേക്കുള്ള ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, നിങ്ങളെയും ദൈവം ഇന്ന് പ്രത്യക്ഷമായ അടയാളമായിട്ടല്ലേ നിലനിർത്തിയിരിക്കുന്നതെന്ന്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത പ്രത്യക്ഷമായ അടയാളമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തികളെ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. അതാരും മറന്നു പോകരുത്. നമ്മൾ ഈ സമൂഹത്തിൽ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളാണ്. കാരണം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി, ജനത്തിനെ ശ്രേഷ്ഠരോടിരുത്തി, ഇത്രയും മാന്യത നൽകി, പടുകുഴിയിൽ നിന്ന്, പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ചേറ്റിൽ നിന്നൊക്കെ വലിച്ചെടുത്ത് നമ്മൾ ഇത്രത്തോളം അനുഗ്രഹത്തോടു കൂടി നിലനിർത്തിയിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ ഈ സമൂഹത്തിൽ യേശുവിന്റെ നാമത്തിലുള്ള പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളല്ലേ? ഈ പ്രത്യക്ഷങ്ങളായ അടയാളം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരൊറ്റയാൾക്കും അത് നിഷേധിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് നമുക്കിനിയും പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളായി തുടരാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങൾ കർത്താവേ ഈ സമൂഹത്തിൽ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളായി നിലകൊള്ളുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുത പ്രവൃത്തികളെ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തതാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ അതിനുവേണ്ടി നിലനിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിലകൊള്ളുമ്പോൾ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളായി തുടരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മാനവും മഹത്വം അവിടുന്ന് എടുക്കണം. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.